നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്കിൾ, ഇത് സാറ, നമ്മുടെ തൊട്ടടുത്ത വീട്ടില്. ഹായ്. സാറ ഫേമസ് മോഡലാ. ഓഹോ, അകത്തേക്ക് വാ. ഇരിക്കേ. ഇവിടെ ഒച്ചയനക്കൊന്നുമില്ലല്ലോ. അമ്മ പറഞ്ഞു നിത്യേച്ചിയുടെ വീട്ടില് ബന്ധുക്കൾ ഒരുപാടുണ്ടെന്ന്. അമ്മ പറഞ്ഞ ശരിയാ, ഒരുപാട് ആൾക്കാരുണ്ട്. ശിവാനന്ദൻ എന്റെ അനിയനാ. അവന് മാർക്കറ്റിലെ ഒരു ചെറിയ ബിസിനസ്സാ. അവനും മോനും കൂടി അങ്ങോട്ട് പോയി. അല്ലിവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. നിത്യേച്ചി എവിടെ? നിത്യ ഒരു സ്ഥലം വരെ പോയിരിക്കാണല്ലോ മോളെ. ഇനിയിപ്പോ വരാൻ വൈകും. അയ്യോ, അത് കഷ്ടായല്ലോ. സാറയാണെങ്കി നിത്യേച്ചിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിത്യ ഒന്ന് വിളിക്കാം. നിങ്ങളിവിടെ ഇരിക്കേ. അയ്യോ വേണ്ട വേണ്ട, പോയ കാര്യം മുടക്കിട്ട് വിളിക്കൊന്നും വേണ്ട. കുറെ ദിവസമായി സുജാത മാഡവും ജ്യോതിയൊക്കെ നിത്യയെക്കുറിച്ച് ഒരുപാട് പറയുന്നു. എന്നാ പിന്നെ ആളെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ച് ഇറങ്ങിയേ ഉള്ളൂ. കഷ്ടായി പോയില്ലോ. മക്കള് വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം തരാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അങ്കിൾ ഇനി അത് പറഞ്ഞ് വിഷമിക്കണ്ട. സാറയ്ക്ക് ഒഴിവുള്ളപ്പോ ഞങ്ങൾ ഇനിയും വരാം. അല്ല മോളെ, ഒരു മിനിറ്റ് ഇരിക്കെ. ഞാൻ അകത്ത് പോയിട്ട് എന്താ നിനക്ക് തരാനുള്ളത് നോക്കട്ടെ. അയ്യോ അങ്കിളെ, എന്നെങ്ങനെ വേർതിരിച്ച് കാണണ്ടാട്ടോ. ഞാനവിടെ കുടുംബാംഗത്തെ പോലെയാണെന്നേ. അങ്കിള് ടെൻഷൻ ആവൊന്നും വേണ്ട, ഞങ്ങള് പോയിട്ട് വരാം. അല്ല, അമ്മേനെ എപ്പോഴാ വരുന്നേ? അത് രസവാ. രാവിലെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു എപ്പോഴാ വരുന്നേന്ന്. ഞങ്ങളെ കൊണ്ട് അച്ഛന് പൊറുതി മുട്ടിയിട്ടുണ്ടാവും. അന്ന് അമ്മകൾ ഇറങ്ങിക്കോ. വാ. നിത്യ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? എന്നാ പേസ്, എന്നാ ബ്രില്യന്റ്. ഇതാ സാറേ പെമ്പിള്ളാർക്ക് വേണ്ടത്. മനസ്സിൽ എതിരുന്നാലും യാരുടെ മുഖത്ത് നോക്കിയും അപ്പടിയേ சொல்லும். സൂപ്പറാ ഇരിക്കപ്പാ. ആരാധന തോന്നിയല്ലേ? അയ്യാ, അത് പിന്നെ വിവാഹമുറപ്പിച്ച പെണ്ണിനോട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അത് അവളെന്റെ മുഖത്ത് നോക്കി തള്ളിക്കളഞ്ഞു. അതിനർത്ഥം അവൾ എന്നെ ഒരിക്കലും അനുസരിക്കുന്നവളല്ലെന്നല്ലേ? അവര് വേറെ രീതികൾ. അവളുടെ രീതികൾ എന്താണെന്ന് അവളുടെ സംസാരത്തിലുണ്ട്. അമ്മയ്ക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്പലത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും ദേവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ കയ്യിലെ ദീപം കെടാതെ നോക്കിയതൊക്കെ അമ്മ പരിഗണിക്കും. ഒരു ജീവിതം മുഴുവൻ ഞാൻ കൂടെ കൊണ്ട് നടക്കേണ്ടവളാ. എനിക്കും ഇത് സംസാരിക്കുന്ന ഒരുത്തിയുടെ കൂടെ ഒരു ജന്മമല്ല, ഒരു നിമിഷം പോലും കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അയ്യാ, അപ്പൊ ഇത് മുടക്ക പോയതാ? ഇത് അമ്മയെ കൊണ്ട് തന്നെ ഞാൻ മുടക്കിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.